വ്യൂഹനിർമ്മാണത്തിൻ്റെ ശബ്ദങ്ങളായിരുന്നു അന്ന് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ രാവിലെ മുഴങ്ങിക്കൊണ്ടിരുന്നത്. എന്തിനും തയ്യാറായി കഴുകന്മാരും ചെന്നായ്ക്കളുമെല്ലാം അവിടെ കാത്തു നിൽക്കുന്നുണ്ട് യുദ്ധം അവസാനിക്കുവാനായിട്ട്. കൗരവരുടെ സർവ്വസൈന്യാധിപനായ ഭീഷ്മർ വ്യൂഹം ചമയ്ക്കുന്നു. അത് കണ്ടിട്ട് പാണ്ഡവപക്ഷവും വ്യൂഹം ചമയ്ക്കുന്നു. കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ 3-ാം ദിവസം എന്തെല്ലാമായിരിക്കും സംഭവിച്ചത്? നമുക്ക് നോക്കിക്കാണാം കുരുക്ഷേത്രത്തിലെ 3-ാം ദിവസം. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. മഹാഭാരതത്തിലുടനീളം നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണല്ലേ ഈ വ്യൂഹങ്ങൾ. അതെന്താണെന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ശത്രുപക്ഷത്തിലെ സൈന്യത്തിനെ എഫക്റ്റീവായി പിളർന്നു കയറുവാനായി പടത്തലവന്മാർ തങ്ങളുടെ സൈന്യത്തിനെ ഒരു പ്രത്യേക രീതിക്ക് അറേഞ്ച് ചെയ്ത് നിർത്തുന്ന ഒരു യുദ്ധതന്ത്രമാണ് വ്യൂഹം. അറിയാമല്ലോ അല്ലേ? ഈ ദിവസം കൗരവപക്ഷവും പാണ്ഡവപക്ഷവും വ്യൂഹങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എഫിഷ്യൻ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഈ ഒരു മഹാഭാരതം വായിച്ച് എനിക്ക് മനസ്സിലായ രീതിക്ക് പാണ്ഡവരും കൗരവരും ഇന്നത്തെ ദിവസം ഉപയോഗിച്ച വ്യൂഹങ്ങളുടെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് പറയാം. ആദ്യമായി കൗരവർ തയ്യാറാക്കിയത് ഗരുഡവ്യൂഹമായിരുന്നു. ഗരുഡവ്യൂഹം എന്ന് പറയുമ്പോൾ പറന്നു പോകുന്ന ഒരു പരുന്തിൻ്റെ രൂപത്തിലുള്ള വ്യൂഹമായിരുന്നു. ഏകദേശം ഇതായിരുന്നു ആ രൂപം. ഇതിൽ ചുറ്റിനും ഇങ്ങനെ കാണുന്നത് ഒരുപക്ഷെ കുതിരപ്പടയാളികളാകാം, അല്ലെങ്കിൽ കാലാൽ പടയാളികളാകാം, അല്ലെങ്കിൽ തേരുകളാകാം, ആനപ്പടയുമാകാം. അപ്പോൾ ഈ ഒരു വ്യൂഹത്തിനെ ഭീഷ്മർ വളരെ എഫിഷ്യൻ്റായിട്ടൊരു പ്രത്യേക രീതിക്കാണ് അറേഞ്ച് ചെയ്ത് നിർത്തിയത്. അങ്ങനെ അതിഭയാനകവും വലുതുമായിട്ടുള്ള ഗരുഡവ്യൂഹം ഭീഷ്മർ ചമച്ച് തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ഗരുഡവ്യൂഹത്തിൻ്റെ ഒരു ഷേപ്പ് കണ്ടല്ലോ. അപ്പോൾ അടുത്തത് അർജുനനും ദൃഷ്ടദ്യുമ്നനും കൂടെ പാണ്ഡവപക്ഷത്തിൽ ഇതിനെ പ്രതിരോധിക്കാനായിട്ട് ഒരു വ്യൂഹം നിർമ്മിച്ചു. ഈ വ്യൂഹം എന്ന് പറയുന്നത് പറന്നു വരുന്ന പരുന്തിനെ ട്രാപ്പ് ചെയ്ത് എല്ലാ ഭാഗത്തു നിന്നും ആക്രമിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു വ്യൂഹമായിരുന്നു. ഗരുഡവ്യൂഹത്തിൻ്റെ ഏകദേശം സെയിം ഔട്ട്ലൈൻ വരുന്ന അർദ്ധചന്ദ്ര വ്യൂഹമാണ് അർജുനനും ദൃഷ്ടദ്യുമ്നനും കൂടെ ചമച്ചത്. അർദ്ധചന്ദ്ര വ്യൂഹത്തിൻ്റെ വലത്തേ ഭാഗത്ത് നിന്ന് ഇടത്തേ ഭാഗത്തിലോട്ട് പോവുക. വലത്തേ ഭാഗത്തിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ ടിപ്പിലായി നിർത്തിയിരുന്നത് സാക്ഷാൽ വൃഗോദരൻ ഭീമസേനനെയായിരുന്നു. ഭീമസേനൻ്റെ കൂടെ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വലിയ സൈന്യവും ഉണ്ടായിരുന്നു കേട്ടോ. ലെഫ്റ്റ് ടിപ്പിൽ, അതായത് ചന്ദ്രക്കലയുടെ ഏറ്റവും ഇടത്തേ മുനയിൽ ഫ്രണ്ട് ഭാഗത്ത് നിൽക്കുന്നത് അർജുനനാണ്. അപ്പോൾ ഈ ഒരു ചന്ദ്രക്കലയുടെ വലത്തേ ടിപ്പിൽ നിൽക്കുന്നത് സാക്ഷാൽ ഭീമസേനനും ഇടത്തേ ടിപ്പിൽ നിൽക്കുന്നത് മഹാരഥിയായ അർജുനനുമാണ്. അങ്ങനെ രണ്ട് പക്ഷങ്ങളും വ്യൂഹം ചമച്ച് പോരാട്ടത്തിന് തയ്യാറായി. കൗരവരും പാണ്ഡവരും ശംഖുനാദം മുഴക്കി, പോർ പെരുമ്പറയും മുഴക്കി, ശേഷം ഹര ഹര മഹാദേവ എന്നുറക്കെ വിളിച്ചുകൊണ്ട് രണ്ടുപേരും പരസ്പരം ലക്ഷ്യമാക്കി വരികയാണ്. അങ്ങനെ ഗരുഡവ്യൂഹത്തോടെ കൗരവരും അർദ്ധചന്ദ്രവ്യൂഹത്തിൽ പാണ്ഡവരും തമ്മിൽ ഇരച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധഭൂമിയിൽ അതിവേഗത്തിൽ ഇവർ പാഞ്ഞു വന്നുകൊണ്ടിരുന്നപ്പോൾ യുദ്ധഭൂമിയിൽ നിന്ന് പൊടിപടലങ്ങൾ ആകാശത്തിൽ നിറയുന്നു. അങ്ങനെ രണ്ട് വ്യൂഹങ്ങളും തമ്മിൽ കൂട്ടിമുട്ടുന്നു. ആയുധങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ശബ്ദം, ഞാണൊലികളുടെ ശബ്ദം, ഗദകൾ കൂട്ടിമുട്ടുന്ന ശബ്ദം, ആനകളുടെ ചിന്നംവിളി, കുതിരകളുടെ ശബ്ദം, കുളമ്പടിനാദം, രഥത്തിൻ്റെ ശബ്ദം, അങ്ങനെ ഭയാനകമായ ഒരൊച്ച യുദ്ധഭൂമി എങ്ങും നിറയുകയാണ്. അങ്ങനെ വ്യൂഹത്തിലുള്ള പോരാളികളെല്ലാം തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നു. ആനയും തമ്മിൽ, കുതിരപ്പടയാളികളും തമ്മിൽ, രഥവും തമ്മിൽ, കാലാൽ പടയാളികളും തമ്മിൽ, അങ്ങനെ അതിഭയാനകമായ പോരാട്ടം. നിമിഷനേരം കൊണ്ട് ഇരുപക്ഷത്തിലെയും സൈന്യങ്ങൾ യുദ്ധഭൂമിയിലേക്ക് വീഴുന്നു. ഭീഷ്മരും ദ്രോണരും ജയദ്രഥനും പുരുമിത്രനും ശകുനിയുമെല്ലാം പാണ്ഡവപ്പടയിൽ കയറി ആക്രമണം നടത്തുകയാണ്, കടന്നുകയറ്റം നടത്തുകയാണ്. എന്നാൽ പാണ്ഡവപക്ഷവും ഒട്ടും പിറകോട്ടല്ല. ഭീമസേനൻ, അഭിമന്യു, സാത്യകി, ദൃഷ്ടദ്യുമ്നൻ, ഉപപാണ്ഡവർ ഇവരതുപോലെ തന്നെ തിരിച്ചും ആക്രമണം നടത്തുന്നു. ഇതിനിടയിൽ മഹാരഥന്മാർ മറ്റുള്ള മഹാരഥന്മാരെ ലക്ഷ്യം വെക്കുകയാണ്. എങ്ങനെയെന്ന് വെച്ചാൽ ദുര്യോധനൻ 1000 രഥങ്ങളും കൊണ്ട് ഘടോത്കചന് നേരെ പോകുന്നു. അതുപോലെ പാണ്ഡവർ തങ്ങളുടെ സൈന്യവുമായിട്ട് ഭീഷ്മരെയും ദ്രോണരെയും നേരിടാനായി പോകുന്നു. അതുപോലെ സൗബലൻ, അതായത് ശകുനി, തൻ്റെ ഗാന്ധാരദേശത്തിലെ സൈന്യവുമായിട്ട് സാത്യകിയെയും അഭിമന്യുവിനെയും നേരിടാൻ പോകുന്നു. അങ്ങനെ പരസ്പരം ലക്ഷ്യം വെച്ച് ഇങ്ങനെ പോരാടാനായിട്ട് ഒരുങ്ങിയപ്പോഴത്തേക്കും അർജുനൻ്റെ രഥത്തിനെ കൗരവപക്ഷത്തിലുള്ള സൈന്യങ്ങൾ ഭയങ്കരമായിട്ടങ്ങ് വളഞ്ഞു. ഇപ്പോൾ അർജുനന് ചുറ്റും ഭയാനകമായിട്ടുള്ള കൗരവ സൈന്യം നിറഞ്ഞു നിൽക്കുകയാണ്. ഇവർ വെറുതെ നിൽക്കുകയല്ല, അർജുനന് നേരെ ആയുധങ്ങൾ വലിച്ചെറിയുന്നു. അസ്ത്രങ്ങൾ മാത്രമല്ല, കുന്തങ്ങൾ, വേലുകൾ, ഗദകൾ ഇവയെല്ലാം നിർത്താതെ ഇവർ എറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അർജുനനെ ഒറ്റയ്ക്ക് ഇവർ പ്രഹരിച്ച് ഒരു സ്ഥലത്ത് ബ്ലോക്ക് ചെയ്തു നിന്ന് ആക്രമണം തുടങ്ങുന്നു. ഇതേ സമയം ശകുനിയുടെ സൈന്യവുമായിട്ട് സാത്യകിയെ വളഞ്ഞു. സാത്യകി ഒട്ടും ഭയന്നില്ല. തൻ്റെ വലിയ വില്ലുയർത്തിക്കൊണ്ട് സാത്യകി ആക്രമണം തുടങ്ങി. എന്നാൽ ശകുനിയുടെ ഗാന്ധാരദേശത്തിലെ സൈന്യവും കൂടെ ചേർന്ന് സാത്യകിയുടെ രഥം തകർത്ത് തവിടുപൊടിയാക്കി. ഈ സമയത്ത് അഭിമന്യു തൻ്റെ രഥത്തിൽ ഓടി വന്ന് ഇങ്ങനെ സാത്യകിക്ക് നേരെ തിരിഞ്ഞു. സാത്യകി ചാടി അഭിമന്യുവിൻ്റെ രഥത്തിലേക്ക് തൻ്റെ വില്ലും അസ്ത്രങ്ങളുമായി ചാടിക്കേറി.
എന്നിട്ട് രണ്ടുപേരും കൂടെ ഒരു രഥത്തിൽ നിന്നുകൊണ്ട് ശകുനിയെ നോക്കി. ഏകദേശം ഒരു രഥത്തിനുള്ളിൽ ചന്ദ്രനും സൂര്യനും കൂടെ വന്ന് നിന്നതുപോലെയായിരുന്നു അത്. ശകുനി മനസ്സിൽ ചിന്തിച്ചു, എന്തിൻ്റെ കേടായിരുന്നു, ഒരുത്തൻ ഒരു രഥത്തിൽ നിന്നിട്ടേ താങ്ങാൻ പറ്റുന്നില്ല, അപ്പോൾ രണ്ടെണ്ണവും കൂടെ ഒരു രഥത്തിൽ കയറിയേക്കുന്നു. അങ്ങനെ ശകുനിയും ശകുനിയുടെ കൂടെയുള്ള ഗാന്ധാര ദേശത്തിലെ സൈന്യവും കൂടെ ഇവർക്ക് നേരെ ശരവർഷം തുടങ്ങി. എന്നാൽ പിന്നീട് അവിടെ സംഭവിച്ചത് ഭയങ്കരമായിട്ടുള്ള ഒരു ഗംഭീര പ്രകടനമായിരുന്നു. സാത്യകിയും അതുപോലെ തന്നെ അഭിമന്യുവും മാറി മാറി 360 ഡിഗ്രിയിൽ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. ഒരാൾ ബാക്ക് ഭാഗം നോക്കുകയാണെങ്കിൽ മറ്റൊരാൾ ഫ്രണ്ട് ഭാഗം നോക്കും. ചില സമയത്ത് രണ്ടുപേരും ഈ ഒരു രഥത്തിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി മാറി മാറി പല ഭാഗത്തിലേക്ക് തുരുതുര അസ്ത്രങ്ങൾ ചെയ്യുന്നു. ആകാശമാർഗം നോക്കുകയാണെങ്കിൽ ചുറ്റും ഗാന്ധാര സൈന്യം, അതിൻ്റെ നടുക്ക് ഈ ഒരു രഥം ഇങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ബഹുവർണ്ണത്തിലുള്ള അസ്ത്രങ്ങൾ അതിവേഗം ഈ രഥത്തിൽ നിന്ന് 4 ദിശയിലോട്ടും, 4 8 ദിശയിലോട്ടും പൊയ്ക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ സാത്യകിയും അഭിമന്യുവും കൂടെ ഗംഭീരമായിട്ട് ശകുനിയെയും ശകുനിയുടെ സൈന്യത്തിനെയും നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ഭീഷ്മരും ദ്രോണരും കൂടെ യുധിഷ്ഠിരൻ്റെ സൈന്യത്തിനെ നശിപ്പിച്ചു. അതായത് ഒരു ഭാഗത്തിനെ നശിപ്പിച്ചു. എന്നാൽ യുധിഷ്ഠിരൻ അവിടെ ഭയന്നില്ല. പെട്ടെന്ന് തന്നെ അദ്ദേഹം മറ്റൊരു ഭാഗത്ത് പോയി മാദ്രയന്മാർ, അതായത് നകുല സഹദേവന്മാരുടെ കൂടെ ചേർന്നുകൊണ്ട് ദ്രോണരുടെ നേതൃത്വത്തിലുള്ള സൈന്യത്തിനെ ഇവർ 3 പേരും കൂടെ നശിപ്പിക്കാൻ തുടങ്ങി. യുദ്ധഭൂമിയിൽ മറ്റൊരു ഭാഗത്ത് ഒരു അച്ഛനും മകനും കൂടെ കൗരവ സൈന്യത്തിനെ തൂക്കി തറയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ? ഘടോൽകച്ചനും ഭീമസേനനും. അന്ന് ഘടോൽകച്ചൻ്റെ പ്രകടനം ആളുകൾക്ക് തോന്നിപ്പോയി ഭീമനെ കട്ടിയും കുറച്ച് മേളിലായിരുന്നു എന്ന്. ഘടോൽകച്ചൻ്റെ പ്രകടനം കണ്ടപ്പോൾ ഭീമന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ഈ സമയത്താണ് 1000 രഥങ്ങളുമായിട്ട് ദുര്യോധനൻ അവിടെ എത്തി ഘടോൽകച്ചനെയും ഭീമനെയും ആക്രമിച്ചത്. അവിടെ എത്തിയതിനു ശേഷം തൻ്റെ സൈന്യവുമായിട്ട് ഘടോൽകച്ചനെ ദുര്യോധനൻ ആക്രമിച്ചു. ഇത് കണ്ട് ദേഷ്യം വന്ന ഭീമൻ അട്ടഹസിച്ചു. പെട്ടെന്ന് തന്നെ തൻ്റെ രഥത്തിൽ അതിഭയാനകമായിട്ടുള്ള ഭീമൻ്റെ വില്ലെടുക്കുകയാണ്. വില്ലെടുത്തിട്ട് ഒരു നീളമുള്ള ഇരുമ്പസ്ത്രമെടുത്തു. അതിൽ തൊടുത്ത് ചെവിയോളം വലിച്ചു പിടിച്ചിട്ട് ഭീമൻ ദുര്യോധനൻ നേരെ അയച്ചു. സൈന്യത്തിൻ്റെ ഇടയിൽ കൂടെ ആ അസ്ത്രം പോയി ദുര്യോധനൻ്റെ ദേഹത്തേക്ക് തറച്ചു കീറി, ചട്ട പിളർന്നു. ദുര്യോധനൻ ആ ഒരു അസ്ത്രമേറ്റ ആഘാതത്തിൽ രഥത്തിൽ ബോധം കെട്ടു വീണു. ദുര്യോധനനെ പെട്ടെന്ന് തന്നെ സാരഥി അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ദുര്യോധനനെ രക്ഷിച്ചുകൊണ്ട് പോയപ്പോഴത്തേക്കും കൗരവ സൈന്യം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ഒരുങ്ങിയപ്പോൾ ഉടനെ ഭീമൻ ഘടോൽകച്ചനോട് പറഞ്ഞു, നീ ഇവിടെ ഡീലിക്ക്, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് ഈ ഓടിപ്പോയ കൗരവ സൈന്യത്തിൻ്റെ പിന്നാലെ പോയി അത്ര എണ്ണത്തിനെയും ഭീമൻ മുടിക്കാൻ തുടങ്ങി. ഇങ്ങനെ പാണ്ഡവന്മാർ തങ്ങളുടെ അർദ്ധചന്ദ്ര വ്യൂഹം വെച്ചിട്ട് അവിടെ ഭയാനകമായിട്ടുള്ളൊരു പ്രകടനം അന്നത്തെ ദിവസം കാഴ്ചവെച്ചു. അന്ന് ദ്രോണർക്കും ഭീഷ്മർക്കും ഈ ഒരു പാണ്ഡവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലേ എന്ന് തോന്നുന്ന രീതിക്ക് വളരെ അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി കോർഡിനേറ്റഡ് ആയിട്ടാണ് ഇവർ കിടന്ന് പോരാടുന്നത്. അങ്ങനെ കൗരവ സൈന്യം ഭയന്നുകൊണ്ട് ഓടാനൊരുങ്ങി. അങ്ങനെ ഭയന്നുകൊണ്ട് ഓടാൻ തുടങ്ങിയപ്പോൾ ഒരു രാജാവ് ചെയ്യേണ്ട ഡ്യൂട്ടി ദുര്യോധനൻ ചെയ്തു. തൻ്റെ സൈന്യത്തിൻ്റെ നടുക്കോട്ട് ഇറങ്ങി ചെന്നിട്ട് അവർക്ക് ധൈര്യം കൊടുത്തു. പോകാൻ പാടില്ല എന്ന് ശക്തമായി അവരോട് ആജ്ഞാപിച്ചു. അവർ തൻ്റെ രാജാവ് പറയുന്നത് കേട്ടു. പക്ഷേ ദുര്യോധനന് ഭീഷ്മരും ദ്രോണരും ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വിഷമത്തിലും ദേഷ്യത്തിലും സർവോപരി ഭയങ്കരമായിട്ടുള്ളൊരു ഫ്രസ്ട്രേഷനിലും ദേഷ്യത്തോടു കൂടി ദുര്യോധനൻ ചെന്നിട്ട് ഭീഷ്മരോട് പറയാണ്, പിതാമഹ, ഗുരുദേവ, നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാത്ത വ്യൂഹങ്ങളില്ല, ദിവ്യാസ്ത്രങ്ങളില്ല. എനിക്കുറപ്പാണ് നിങ്ങൾ ജീവനോടെ ഇരിക്കുമ്പോൾ ഇവർക്കൊന്നും ഒരിക്കലും ഇങ്ങനെ കിടന്ന് പ്രകടനം കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഒന്നേ ഉള്ളൂ, നിങ്ങൾ വേണമെന്നും പറഞ്ഞ് പോരാടെയല്ല. നിങ്ങൾ ദൃഷ്ടദ്യുമ്നനെയും അർജുനനെയും മറ്റു പാണ്ഡവരെയും സാത്യകീനെയും ഒന്നും ആക്രമിക്കില്ല എന്ന് നേരത്തെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കർണനുമായിട്ട് ഡിസ്കസ് ചെയ്ത് ചെയ്യേണ്ട മറ്റു കാര്യങ്ങൾ ചെയ്യുമായിരുന്നല്ലോ. നിങ്ങളിതെന്താ എന്നെ വഞ്ചിക്കുവാണോ? എനിക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഭീഷ്മർക്കിട്ടുള്ള കുത്താണ് കേട്ടോ. കാരണം കുരുവംശ സിംഹാസനത്തിന് വേണ്ടി തൻ്റെ ജീവിതം പോലും ഒഴിഞ്ഞു വെച്ച ആളാണ് ഭീഷ്മർ. അപ്പോൾ ഭീഷ്മരെ ഒന്ന് കുത്തിയതാ. അപ്പോൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് അങ്ങ് പ്രതിജ്ഞാബദ്ധനാണെങ്കിൽ പിതാമഹ ഇപ്പോൾ അതിറങ്ങി ചെയ്തേ പറ്റുള്ളൂ, അങ്ങിൽ എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു. ഭീഷ്മർ ഇത് കേട്ടിട്ട് ആദ്യം അട്ടഹസിക്കുകയായത്, ഭയങ്കരമായിട്ട് ചിരിച്ചിട്ട് പെട്ടെന്ന് വികാരം മാറിയിട്ട് ഭീഷ്മർ പിരികവും ചുളിച്ച് രൂക്ഷമായിട്ട് ദുര്യോധനനെ ഒന്ന് നോക്കി. ഭീഷ്മരുടെ കണ്ണിൽ കോപം ജ്വലിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഭീഷ്മർ തൻ്റെ പേരക്കുട്ടിയായിട്ട് പോലും ദുര്യോധനനെ രാജാവേ എന്ന് തന്നെയാണ് അഭിസംബോധന ചെയ്തത്. എന്നാൽ നമുക്ക് അങ്ങനെ പറയണ്ട. നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മുടെയൊക്കെ അപ്പൂപ്പന്മാർ നമ്മളെ വഴക്ക് പറയുന്നതിന് മുമ്പേ വിളിക്കുന്ന രീതിക്ക് തന്നെ സംസാരിക്കുക. ഭീഷ്മർ ദുര്യോധനനോട് പറഞ്ഞു, എടാ ചെറുക്ക, ഞാൻ നിൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, പാണ്ഡവരെ നിനക്ക് നേരിടാൻ പറ്റത്തില്ല. പാണ്ഡവർ സമാധാനമായിട്ട് വരുന്ന സമയത്ത് അവർക്ക് വിട്ടുകൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വിട്ടുകൊടുത്ത് ഈ യുദ്ധം ഒഴിവാക്കാനായിട്ട് നിൻ്റെ നല്ലതോർത്ത് ഞാൻ പലതവണ പറഞ്ഞതാണ്. നീ കേൾക്കൂല, നീ കേട്ടതേയില്ല. എന്നിട്ട് നീ ഇപ്പോൾ ഇങ്ങനെ വന്ന് എന്നോട് സംസാരിക്കുന്നല്ലേ? ശരി, നീ ഇത്രയും സംസാരിച്ചത് കൊണ്ട് ശാന്തനുപുത്രനും ഗംഗാപുത്രനുമായ ദേവവ്രതൻ ഭീഷ്മർ ആരാണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഇന്ന്
ഞാൻ ഒറ്റയ്ക്ക് ഓരൊരു മഹാരഥന്മാരും എന്നോട് ഇറങ്ങണ്ട, ഞാൻ പറഞ്ഞിട്ടിറങ്ങിയാൽ മതി. ഞാൻ ഒറ്റയ്ക്ക് കൗരവ സൈന്യത്തിൻ്റെ കൂടെ പാണ്ഡവരെ മുച്ചൂട് മുടിക്കാനായി പോവുകയാണ്. എന്നെക്കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ഇന്ന് ഈ യുദ്ധഭൂമിയിൽ കാണിക്കും. നീ കണ്ടുകൊള്ളുക, നീയും നിൻ്റെ കൂടെയുള്ളവന്മാരും ഇവിടെ നിന്ന് കണ്ടുകൊള്ളുക എന്നും പറഞ്ഞുകൊണ്ട് ദുര്യോധനനെ എന്താ പറയുക, തരത്തിൽ പോയി കളിക്കട ചള്ളു ചെക്ക എന്നുള്ള രീതിക്ക് ഒരു നോട്ടം നോക്കിയിട്ട് ഭീഷ്മർ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ ദുര്യോധനന് ഭയങ്കര സന്തോഷമായി. ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും. പാണ്ഡവ സൈന്യം അവിടെ ഭയങ്കരമായിട്ട് ആഘോഷിക്കുകയാണ്, ശംഖ് വിളിക്കുന്നു. കാരണം എന്താണ്, ഉച്ച സമയമായപ്പോൾ തന്നെ കൗരവരെ പുറക്കോട്ട് കൊണ്ടുപോകാൻ പറ്റി അർദ്ധചന്ദ്ര വ്യൂഹം വെച്ചിട്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് അട്ടഹസിക്കുന്നു, പാണ്ഡവരും പാണ്ഡവ സൈന്യവുമെല്ലാം. പെട്ടെന്ന് എവിടെ നിന്നോ കുറച്ച് അസ്ത്രങ്ങൾ പറന്നു വന്ന് പാണ്ഡവ പക്ഷത്തിലെ സൈന്യത്തിൻ്റെ ചില ഭാഗത്തേക്ക് ഇരച്ചങ്ങ് കയറുകയാണ്. അപ്പോൾ ആ അസ്ത്രത്തിലേക്ക് നോക്കി, ആ അസ്ത്രത്തിൽ കൊക്കിൻ്റെ തൂവലാണ് വെച്ച് കെട്ടിയിരുന്നത്. അപ്പോഴാണ് പാണ്ഡവപക്ഷത്തിന് മനസ്സിലായത്, കൗരവപക്ഷത്തിലുണ്ടായിരുന്ന സിംഹത്തിനെയും പുലിയെയും കടുവയെയും ആനയെയും ചെന്നായും നായയും നരിയെയും വരെ അവർ ഓടിച്ചു കഴിഞ്ഞു. എന്നാൽ കൗരവപക്ഷത്തിൽ ഒരു ഡൈനോസർ ബാക്കിയുണ്ട്. ആ ഡൈനോസർ അവരെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഇവർ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുകയാണ്. തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച ലക്ഷണമൊത്ത വെള്ളി നിറത്തിലുള്ളൊരു രഥം. ആ രഥം അവർക്ക് നേരെ ഇങ്ങനെ പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ രഥത്തിലെ യോദ്ധാവ് കയ്യിൽ വളരെ ഭയാനകമായിട്ടുള്ള ഒരു വലിയ വില്ലിങ്ങനെ പിടിച്ചിട്ടുണ്ട്. ലോഹം കൊണ്ടുള്ള ചട്ട കെട്ടിയേക്കുന്നു, അതിൽ പൊന്നുകൊണ്ടുള്ള ലൈനിങ് ഉണ്ട്, തലയിൽ വെള്ളി കൊണ്ടുള്ള കിരീടം. അദ്ദേഹത്തിൻ്റെ മുഖമെന്ന് പറയുമ്പോഴത്തേക്കും പിരിച്ച മീശയും നീണ്ട താടിയും മുടി പിറക്കോട്ട് കെട്ടി കിരീടം വെച്ചേക്കുന്നു. നോക്കുമ്പോൾ പ്രായമായ ഒരു സിംഹം അവർക്ക് നേരെ പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നു ഒരു സൈന്യവുമായിട്ട്. പ്രായമായാലും സിംഹം തന്നെയാണല്ലോ. ഉടനെ ഭീഷ്മർ പെട്ടെന്ന് തന്നെ തൻ്റെ വില്ലുയർത്തി ഞാണൊലി അങ്ങ് കേൾപ്പിച്ചു. 5 നക്ഷത്രങ്ങളും കൽപ്പവൃക്ഷവുമുള്ള ആ ഒരു കൊടി അവരെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ പാണ്ഡവ സൈന്യം പെട്ടെന്ന് വ്യൂഹനിർമ്മാണം തുടങ്ങി. നിങ്ങൾ അങ്ങോട്ട് പോ, ഞാൻ ഇവിടെ നിലയുറപ്പിക്കുകയാണ്, അവിടെ നിന്നുകൊണ്ട് ആ സ്ഥലത്ത് നിന്നോളണം. എന്നിട്ട് പാണ്ഡവപക്ഷത്തിലെ സർവ്വസേനാധിപൻ തൻ്റെ സൈന്യത്തിനോട് പറയുകയാണ്, നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇന്ന് പോരാടേണ്ടത്. കാരണം അതാണ് സംഭവിക്കാൻ പോണത്. ഭീഷ്മർ വരുന്ന വരവ് കണ്ട് അറിയാം. കാരണം കോപിഷ്ഠനായി ആയുധമേന്തി വരുന്ന ഭീഷ്മരെ വീഴ്ത്തുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് സത്യവുമായിരുന്നു. ഭീഷ്മർ തൻ്റെ വില്ലുയർത്തിയിട്ട് തൻ്റെ പക്ഷത്തിലുള്ള രഥത്തിൽ വരുന്ന ആളുകളെ ഇങ്ങനെയൊന്ന് നോക്കി. അപ്പോൾ ഒരുമാതിരി ഹിപ്നോട്ടൈസ്ഡ് ആയതുപോലെ ഭീഷ്മരിങ്ങനെ വില്ലുയർത്തുന്നതിൻ്റെ കൂട്ടത്തിൽ മറ്റുള്ള മഹാരഥന്മാരും രഥികളും അതിരഥികളും രഥത്തിൽ നിന്നുകൊണ്ട് അവരുടെ വില്ലുയർത്തി. എന്നിട്ട് അവർ അസ്ത്രം വെച്ചു, വലിച്ച് പാണ്ഡവർക്ക് നേരെ വിട്ടു. മറ്റുള്ളവർ ഒരസ്ത്രം എയ്യുമ്പോൾ ഭീഷ്മർ 10 അസ്ത്രം എയ്യുന്നു. അങ്ങനെ ശരവർഷങ്ങൾ ഇങ്ങനെ അവരുടെ മേലിങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെയോ അർജുനൻ അസ്ത്രങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു, അതുപോലെ തന്നെ മറ്റു പാണ്ഡവരും. പക്ഷേ അന്നത്തെ ദിവസം ഭീഷ്മർ പാണ്ഡവർക്ക് നേരെ അയച്ച ഒരൊറ്റ അസ്ത്രം വേസ്റ്റായില്ല. ഒരസ്ത്രം ഒരു ഒരു കാലാൾ പടയാളിയെ എങ്കിലും തീർക്കുന്നുണ്ടായിരുന്നു. ഒരസ്ത്രം പോലും വേറൊന്നും കൊണ്ടിട്ടില്ല. അപ്പോൾ ആലോചിച്ച് നോക്കണം എത്രത്തോളം കഴിവുള്ള ഒരാളാണെന്ന്. എന്നിട്ട് പാണ്ഡവപക്ഷത്തിലുള്ള ഗജസൈന്യത്തിനെയും കുതിരസൈന്യത്തിനെയും രഥസൈന്യത്തിനെയും കാലാൾ പടയാളിയെയും എല്ലാം ഭീഷ്മർ മുച്ചൂട് മുടിച്ചു തുടങ്ങിയിട്ട് തൻ്റെ രഥത്തിൻ്റെ ഒരു ഭാഗത്ത് ചവിട്ടിക്കയറി നിന്നിട്ട് കൈകൾ 2 ഭാഗത്തേക്കുമാക്കി ഭീഷ്മർ ഉറക്കെ ഗർജിച്ചു. അത് ശരിക്കും ഒരു സിംഹം തൻ്റെ ടെറിറ്ററി എന്താണെന്ന് മാർക്ക് ചെയ്യുന്നതിന് തുല്യമായിരുന്നു. അങ്ങനെ ഭീഷ്മരുടെ ഈ ഒരു പ്രകടനത്തിൽ, ഭീഷ്മരുടെ ഈ ഒരു ഗർജനം കണ്ടിട്ട് പാണ്ഡവ സൈന്യം ഭയന്ന് പിറക്കോട്ട് ഓടുകയാണ്. ഇങ്ങനെ പിറക്കോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ അർജുനനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കൃഷ്ണൻ തൻ്റെ കയ്യിലിരുന്ന ചമ്മട്ടി എടുത്ത് രഥത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ചാടി എണീച്ച് അർജുനനെ നോക്കി നിന്നു. എന്നിട്ട് പറഞ്ഞു, പാർത്ഥ, നീ കാത്തിരുന്ന സമയം നിന്നെ തേടിയെത്തിയിരിക്കുകയാണ്. നിന്റെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കുവാനായിട്ടുള്ള സമയമായിരിക്കുകയാണ്. അതുകൊണ്ട് ശസ്ത്രമുയർത്തി പ്രഹരിച്ചാലും നിനക്കന്ന് രാജാക്കന്മാരുടെ മുന്നിൽ വെച്ച് നീ എടുത്ത സത്യപ്രതിജ്ഞയൊന്നും നിനക്ക് ഓർമ്മയില്ലേ? നിന്നെ എതിർക്കുന്ന, നിന്റെ സൈന്യത്തിനെ എതിർക്കുന്ന കൗരവപ്പടയെ അത്രയും മുടിക്കുമെന്ന് ഭീഷ്മരും ദ്രോണരും മുന്നിൽ നിന്നാൽ പോലും നീ മുടിക്കുമെന്ന് നീ സത്യം ചെയ്ത ഓർമ്മയില്ലേ? ആ സത്യങ്ങളെല്ലാം പൂർത്തിയാക്കാനുള്ള സമയമാണിത്. ശസ്ത്രമുയർത്തിയാലും നിന്റെ കർമ്മം ചെയ്താലും എന്ന് പറഞ്ഞ് കൃഷ്ണൻ അങ്ങ് തിരിച്ചിരുന്നിട്ട് കൃഷ്ണനോട് ഉടനെ തന്നെ അർജുനൻ അങ്ങോട്ട് എനർജറ്റിക് ആയിട്ട് പറഞ്ഞു, മാധവ, എൻ്റെ അപ്പൂപ്പൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഈ രഥം കൊണ്ടുപോയാലും. ഉടനെ തന്നെ അർജുനൻ തൻ്റെ കയ്യിൽ ഗാന്ധീവം ഒരു കയ്യിൽ നിന്ന് ചുഴറ്റി മറ്റൊരു കയ്യിലേക്ക് എത്തി. ഇപ്പോൾ കാണാൻ കഴിയുന്നത് എന്താണ്? ഓടി വരുന്ന പാണ്ഡവ സൈന്യം. ആ പാണ്ഡവ സൈന്യം എല്ലാം ഇങ്ങനെ ഭീഷ്മരുടെ അലർച്ച കേട്ട് ഓടി വരുമ്പോഴത്തേക്കും ഭീഷ്മരുടെ രഥത്തിനെ ലക്ഷ്യമാക്കി ഒരു രഥം മാത്രം ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ രഥത്തിൽ ഫ്രണ്ടിലിരിക്കുന്നത് ആരാണ്? സാക്ഷാൽ പാർത്ഥസാരഥിയായ വാസുദേവൻ ശ്രീകൃഷ്ണൻ. ഭീഷ്മരുടനെ ശക്തമായ തൻ്റെ വില്ലെടുത്തിട്ട് അർജുനന് നേരെ അസ്ത്രങ്ങൾ അയക്കുകയാണ്. അർജുനൻ ആ അസ്ത്രങ്ങളെല്ലാം മുറിച്ചു. എന്നാൽ ഭീഷ്മർ അയച്ച ചില അസ്ത്രങ്ങൾ അർജുനൻ്റെ കുതിരകളുടെ ദേഹത്ത് കൊണ്ടു. എന്നാൽ പോലും കൃഷ്ണൻ വളരെ എഫിഷ്യൻ്റായിട്ട് ഈ രഥം ഇങ്ങനെ തെളിച്ചു കൊണ്ടുപോവുകയാണ്. വട്ടം ചുറ്റിച്ച് കയറി സ്കിഡ് ചെയ്ത് ഇറക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ
അവിടെ ഇരുന്നുകൊണ്ട് അർജുനൻ പിന്നെ എന്താ പരിപാടി കാണിച്ചതെന്നറിയോ? ഭീഷ്മരിങ്ങനെ ഞാൻ വലിക്കാൻ ഒരുങ്ങി ഉടനെ അസ്ത്രങ്ങൾ അയച്ച് ആ വില്ലങ്ങ് 2 കഷ്ണമാക്കി കളഞ്ഞു. ഭീഷ്മർ ആ വില്ലെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ശക്തമായിട്ടുള്ള അടുത്ത വില്ലെടുത്ത് ചുഴറ്റി കയ്യിലെടുത്തു. എന്നിട്ട് അവിടെ അസ്ത്രം വെച്ചിങ്ങനെ തൊടുത്തപ്പോൾ അർജുനൻ വീണ്ടും അസ്ത്രങ്ങൾ അയച്ച് ആ വില്ലിനെ 3 കഷ്ണമാക്കി മുറിച്ചു. ഭീഷ്മർ ഉടനെ ഗർജിച്ചിട്ട് പറഞ്ഞു, മോനെ കൊള്ളാം, നീ ഉത്തമൻ തന്നെയാണ്. നീ ആഗ്രഹിക്കുന്ന നിനക്കുള്ള പ്രശസ്തിയെല്ലാം നീ അർഹിക്കുന്നത് തന്നെയാണ്. നീ ശ്രേഷ്ഠനായ ധനുർധാരി തന്നെയാണ്. നീ മിടുക്കനാണ്. ഇനി നിന്റെ പിതാമഹനെ നീ കണ്ടുകൊള്ളുക എന്നും പറഞ്ഞ് വില്ലെടുത്തിട്ട് ഭയങ്കരമായിട്ടുള്ള അസ്ത്രപ്രയോഗം നടത്തി. എന്ന് വെച്ചാൽ അർജുനൻ്റെയും കൃഷ്ണൻ്റെയും രഥത്തിന് ചുറ്റും ഭീഷ്മർ അയക്കുന്ന അസ്ത്രങ്ങൾ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു. പാണ്ഡവപക്ഷം നോക്കി നിൽക്കവേ സൂര്യൻ്റെ വെളിച്ചം പോലും മറച്ചു കളയുന്ന രീതിക്ക് ഭീഷ്മരും സൈന്യവും അസ്ത്രങ്ങൾ എയ്യുകയാണ്. ഈ പ്രായമായ ഈ മനുഷ്യൻ ഇത്രയും കൈവേഗത്തിൽ അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? കൃഷ്ണൻ ഇത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭീഷ്മരുടെ ഈ ഒരു വീര്യം കൃഷ്ണൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നേരിട്ട് കാണുന്നത്. ഭീഷ്മർ ഭയാനകമായിട്ട് പാണ്ഡവ സൈന്യത്തിനെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭീഷ്മരുടെ ഈ ഒരു ആക്രമണം കണ്ടിട്ട് കൃഷ്ണൻ പതുക്കെ തിരിഞ്ഞ് അർജുനനെ നോക്കുന്നു. അർജുനൻ ഒരു ന്യൂട്രലായിട്ട് നല്ല ശക്തമായിട്ട് പോരാടുന്നില്ല, ഭീഷ്മരെ ശക്തമായി എതിർക്കുന്നില്ല. കൃഷ്ണനറിയാം അർജുനൻ്റെ ക്യാപ്പബിലിറ്റി എന്താണെന്ന്. ഒരു 25% പോലും അർജുനൻ പോരാടുന്നില്ല എന്ന് കൃഷ്ണന് മനസ്സിലായി. അർജുനൻ്റെ മുഖത്ത് ഇങ്ങനെ ഇമോഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണൻ പെട്ടെന്ന് കൃഷ്ണൻ്റെ മുഖഭാവമൊക്കെ മാറുകയാണ്. അർജുനന് സംശയത്തോടുകൂടി കൃഷ്ണനെ നോക്കിയപ്പോൾ അത്രയും നേരവും വളരെ എഫിഷ്യൻ്റായിട്ട് ഒഴുകി രഥം തെളിച്ചുകൊണ്ടിരുന്ന കൃഷ്ണൻ ഇപ്പോൾ ഭയങ്കരമായിട്ടിങ്ങനെ ദേഷ്യത്തോടു കൂടി രഥം ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നു. അർജുനൻ ചെറുതായിട്ട് പേടി, ഇതെന്ത് ഇങ്ങനെ, നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ചിന്തിക്കാൻ സമയമില്ല, അപ്പൂപ്പനുമായിട്ട് നേരിടണം. അങ്ങനെ ഭീഷ്മരും അർജുനനും തമ്മിലുള്ള ഈ പോരാട്ടം അങ്ങോട്ട് മുറുകി വന്നപ്പോൾ ഇടയ്ക്ക് അസ്ത്രങ്ങൾ മാധവൻ്റെ ദേഹത്ത്, ജനാർദ്ദനൻ്റെ ദേഹത്ത് അസ്ത്രങ്ങൾ എഴുതി കയറ്റുന്നുണ്ട്, കൃഷ്ണൻ്റെ ദേഹത്ത് അസ്ത്രങ്ങൾ എഴുതി കയറ്റുന്നുണ്ട്. കൃഷ്ണന് അപ്പോഴൊക്കെ എന്തോ വിറയ്ക്കുക കൃഷ്ണൻ്റെ കൈയൊക്കെ കിടന്നിട്ട്. അപ്പോൾ അർജുനന് നേരെ ഭീഷ്മർ ഇങ്ങനെ പോരാടിക്കൊണ്ടിരുന്ന ഉടനെ തന്നെ അർജുനൻ എന്ത് സംഭവിച്ചാലും അവിടെ എത്തുന്ന ഒരാളുണ്ട്. അർജുനൻ്റെ റൈറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞ സാത്യകി ഉടനെ തന്നെ അർജുനനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടെ സാത്യകി രഥത്തിൽ ഇങ്ങനെ പറന്നെത്തുകയാണ്. സാത്യകി രഥത്തിലവിടെ പറന്നെത്തിയതിനു ശേഷം അർജുനനോട് അസിസ്റ്റ് ചെയ്യാൻ ഒരുങ്ങിയപ്പോഴത്തേക്കും സാത്യകി നോക്കിക്കാണവേ പാണ്ഡവ പക്ഷത്തിലുള്ള രാജാക്കന്മാരും യോദ്ധാക്കളും എല്ലാം ഇങ്ങനെ ഓടുകയാണ്. സാത്യകി ഇത് നോക്കുന്നത് ഇവന്മാരിതെന്തുവാ? ഉടനെ സാത്യകി തേർത്തട്ടിൻ്റെ ഒരു ഭാഗത്തിലേക്ക് ചവിട്ടി കയറി നിന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, വീരന്മാരെ, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? നമ്മുടെ ധർമ്മം നിങ്ങളൊക്കെ മറന്നുവോ? ആയുധമെടുക്കുക, പോരാടുക, ഇത് നമ്മുടെ ദൗത്യമാണ്, ഇത് നമ്മുടെ കർമ്മമാണ്. പിന്തിരിഞ്ഞോടത് എൻ്റെ കൂടെ വരുവിൻ. കൃഷ്ണാർജുനന്മാർ നമ്മുടെ കൂടെയുണ്ട്, അവരുടെ കൂടെ നിന്ന് പോരാടുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ്. ഇങ്ങനെ സാത്യകി ഉറക്കം നിന്ന് വിളിച്ച് പറയുകയാണ്. സാത്യകിയുടെ ഈ വിളി കേട്ടിട്ട് കുറച്ചുപേര് നിൽക്കുന്നു, മറ്റുള്ളവർ ഭയം ഓടുക. വീണ്ടും സാത്യകി, വീരന്മാരെ എന്നിങ്ങനെ ഉറക്ക വിളിച്ചപ്പോഴത്തേക്കും ഒരു ശബ്ദം, സാത്യകി. ഈ ഒരു ശബ്ദം കേട്ടിട്ട് യുദ്ധഭൂമിയിലുള്ള ആളുകൾ എല്ലാവരും ഒന്ന് അത്ഭുതപ്പെട്ടു. കാരണം ആകാശം മുഴക്കുന്നത് പോലത്തെ ഒരു ശബ്ദമായിരുന്നു. എല്ലാവരും പതുക്കെ ഈ ശബ്ദം എന്നത് എങ്ങോട്ടെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കി. അർജുനൻ്റെ രഥത്തിലാണ്. തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും അർജുനനല്ല, അർജുനൻ തൻ്റെ സാരഥിയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റാരുമല്ല, സാക്ഷാൽ വാസുദേവൻ ശ്രീകൃഷ്ണനായിരുന്നു ആകാശം മുഴങ്ങുന്ന ആ ശബ്ദത്തിൽ സാത്യകിയെ വിളിച്ചത്. എല്ലാവരും വാസുദേവൻ ശ്രീകൃഷ്ണനെ തന്നെ നോക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നെറ്റിയിലുണ്ടായിരുന്ന ഊർധ്വപുണ്ഡ്രം, ഈ ഊർധ്വപുണ്ഡ്രം എന്ന് പറയുമ്പോഴത്തേക്കും മഹാവിഷ്ണു ഭഗവാന്റെ നെറ്റിയിലെ കുഴിയുണ്ടല്ലോ 3 വരെ മുകളിലോട്ടുള്ള, അതിനെയാണ് ഊർധ്വപുണ്ഡ്രം എന്ന് പറയുന്നത്. മഹാദേവൻ്റെ ഇങ്ങനെ വരയ്ക്കുന്ന കുറിയെ ത്രിപുണ്ഡ്രം എന്ന് പറയും. അപ്പോൾ വാസുദേവൻ ശ്രീകൃഷ്ണൻ്റെ നെറ്റിയിലുണ്ടായിരുന്ന ഊർധ്വപുണ്ഡ്രത്തിൻ്റെ ഇടതും വലുതും ഭാഗത്തുണ്ടായിരുന്ന ഭാഗങ്ങൾ നടുക്ക് ഭാഗത്തോട്ട് ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ്. കാരണം എന്താണ്? അദ്ദേഹം ഇങ്ങനെ നെറ്റി ചുളിച്ച് കോപത്തോടു കൂടിയാണ് ഇപ്പോൾ രഥത്തിലിരിക്കുന്നത്. അധികം ആളുകൾ ആരും കണ്ടിട്ടില്ലാത്തൊരു രൂപം. തൻ്റെ കയ്യിലെ ചമ്മട്ടി ഇങ്ങനെ പിടിച്ച് ഞെരിക്കുന്ന ശബ്ദം അർജുനന് നല്ലതുപോലെ കേൾക്കാൻ പറ്റുന്നുണ്ട്. തൻ്റെ കയ്യിലെ കടിഞ്ഞാണും ചമ്മട്ടിയും വലിച്ചെറിഞ്ഞിട്ട് കൃഷ്ണൻ ഉറക്കെ ഒന്നുകൂടെ വിളിച്ചു പറഞ്ഞു, സാത്യകി. ഓടുന്നവന്മാർ ഒറ്റ ഉടനെ തിരിച്ചു വിളിക്കണ്ട, അവന്മാരൊക്കെ ഓടട്ടെ. ഇവിടെ കുറേ എണ്ണം നിൽക്കുന്നുണ്ടല്ലോ, അവന്മാരെടുത്ത് ഓടാൻ പറ. ഒറ്റ ഒരുത്തനും വേണ്ട. കാരണം ഇന്ന് ഞാൻ ഭീഷ്മരെ രഥത്തോടുകൂടി നിലംപരിശാക്കാൻ പോവുകയാണ്. ഭീഷ്മരെ മാത്രമല്ല, ദ്രോണരെയും മറ്റ് കൗരവ മഹാരഥന്മാരെയും എല്ലാവരെയും. ഇന്ന് കൗരവപക്ഷത്തിലുള്ള ഒരൊറ്റ മഹാരഥന്മാർ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകത്തില്ല. എല്ലാ എണ്ണവും ഇന്നെൻ്റെ ക്രോധത്തിൽ വെണ്ണീറാകുന്നത് നിങ്ങൾക്കൊക്കെ കാണാൻ കഴിയും. എല്ലാവരും ഭയന്ന് നോയിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റും നിൽക്കുന്ന കൗരവ പാണ്ഡവ സൈന്യത്തെയും മഹാരഥന്മാരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കൃഷ്ണൻ അർജുനൻ്റെ രഥത്തിൽ നിന്ന് ചാടി യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്.
ആ ചാട്ടം നോക്കി നിന്ന ആളുകൾക്ക് പണ്ട് ഹിരണ്യകശിപുവിനെ വധിക്കുവാനായിട്ട് സ്തംഭം പിളർന്ന് 8 ദിക്കുകളിലും ഗർജനത്തിൻ്റെ ഹുങ്കാരം മുഴക്കിക്കൊണ്ട് ചാടിയ നരസിംഹസ്വാമിയെ കാണാൻ കഴിഞ്ഞത്. കൃഷ്ണൻ ചാടി യുദ്ധഭൂമിയിലേക്ക് ചവിട്ടി നിന്നതും ആളുകൾ ഭയന്ന് 2 അടി പിറക്കോട്ട് പോവുകയാണ്. കൃഷ്ണൻ്റെ ചുറ്റിനുമുള്ള ആളുകൾ. രഥചക്രം കൃഷ്ണൻ ഇങ്ങനെ ചുഴറ്റി തൻ്റെ കയ്യിലെടുത്തു. ചുഴറ്റി കയ്യിലെടുത്തപ്പോഴത്തേക്കും കൃഷ്ണൻ്റെ കൈകളെല്ലാവരും ശ്രദ്ധിച്ചു. നീണ്ടുരുണ്ട ശക്തമായിട്ടുള്ള കൈകളിലെ പേശികളെല്ലാം ഒരു തികഞ്ഞ മല്ലനെ പോലെ. അവിടെ ഉണ്ടായിരുന്ന മല്ലയോദ്ധാക്കളെല്ലാം നോക്കി അവർക്ക് നാണം തോന്നുന്ന രീതിക്ക് കൃഷ്ണൻ്റെ മസിലുകൾ പേശികൾ ഇങ്ങനെ ഉരുണ്ട് കയറി. തികഞ്ഞൊരു യോദ്ധാവ് എന്തിനും യുദ്ധഭൂമിയിൽ തയ്യാറായി നിൽക്കുന്നത് പോലെ അലറിക്കൊണ്ട് ഈ രഥചക്രത്തിനെ ഒന്ന് ചുഴറ്റി ഭീഷ്മർക്ക് നേരെ ഒരു കയ്യിൽ ഈ രഥചക്രം പിടിച്ചുകൊണ്ട് കൃഷ്ണൻ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കൃഷ്ണൻ്റെ ദേഹത്തോടെ ഇട്ടിരുന്ന മഞ്ഞ വസ്ത്രമുണ്ടല്ലോ, ചുട്ടുപഴുത്ത മഞ്ഞ വസ്ത്രം, പീതാംബരം, ആ ഒരു വസ്ത്രം ആകാശത്തിൽ കാറ്റിൻ്റെ വേഗതയിൽ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാറ്റിൻ്റെ വേഗതയിൽ തൻ്റെ വസ്ത്രം ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കവേ രഥചക്രവും പിടിച്ച് കൃഷ്ണൻ ഇങ്ങനെ നടന്നു വരുന്നത് കണ്ടാൽ ആകാശത്തിൽ നീല നിറത്തിലുള്ളൊരു മേഘം, ആ മേഘത്തിൽ നിന്ന് ഇടിമിന്നലുകൾ വരുന്നത് പോലെയായിരുന്നു. ചുറ്റിനുമുള്ള എന്തിനേയും കത്തിച്ച് ഭസ്മമാക്കുന്നത് പോലെ കൃഷ്ണൻ ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണൻ്റെ മുന്നിലുള്ള വസ്തുക്കളെല്ലാം കൃഷ്ണൻ തട്ടിത്തെറിപ്പിച്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സൈനികരെല്ലാവരും ഈ വരവ് കണ്ടിട്ട് ഭയന്ന് വഴിമാറുന്നു. കുറേ പേര് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു, യുദ്ധത്തിനിറങ്ങായിരുന്നു നന്നായെന്ന്. കാരണം വരവ് കണ്ടിട്ട് തന്നെ പകുതി വീര് സ്വർഗത്തിലെത്തി. അപ്പോൾ ഉടനെ തന്നെ കൃഷ്ണൻ ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരുന്നപ്പോൾ ഭീഷ്മരുടെ മുഖത്ത് ചിരിയാണ് വന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഭീഷ്മർ ഒരു ഭയങ്കര വിഷ്ണുഭക്തനാണ്. ഒരു ഭയങ്കര വലിയൊരു വൈഷ്ണവന്മാരിൽ ഒരാളാണ് ഭീഷ്മർ. ഭയങ്കര വിഷ്ണുഭക്തനാണ്. ഭീഷ്മർ ഉടനെ തൻ്റെ വില്ല് രഥത്തിലോട്ട് മാറ്റി വെച്ചിട്ട് തൊഴുകയോടുകൂടി ആ തേർത്തട്ടിലിരുന്നു. എന്നിട്ട് താൻ ദിവസവും പൂജിക്കുന്ന ശ്രീ പത്മനാഭനെ ഓർമ്മ വന്നു. പത്മനാഭൻ എന്ന് പറയുമ്പോൾ അനന്തശായിയായി കിടക്കുന്ന മഹാവിഷ്ണു ഭഗവാനെ ഓർമ്മ വന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ശാന്താകാരം ഭുജഗശയനം, അതിൻ്റെ അർത്ഥം ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. എന്നിട്ട് ആ ശാന്താകാരം ഭുജഗശയനം ശ്ലോകത്തിൻ്റെ പാട്ടെല്ലാം ഭീഷ്മരിങ്ങനെ മനസ്സിൽ കേട്ടിട്ട് അവസാനത്തെ വരി ഭീഷ്മർ ഉറക്കെ പറഞ്ഞു, വന്ദേ വിഷ്ണു ഭവഭയഹരം സർവ്വലോകേകനാഥമെന്ന്. എന്നിട്ട് ഭീഷ്മർ പറഞ്ഞു, മഹാനായ മഹാവിഷ്ണു ഭഗവാനെ ശ്രീമൻ നാരായണ എന്ന് വിളിച്ചു. നാരായണ, അങ്ങിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു വളരെ വലിയ കാര്യമാണ്. അങ്ങയുടെ കൈകൊണ്ട് എന്നെ നിലംപരിശാക്കിയാലും, കാരണം അങ്ങയുടെ കൈകൊണ്ട് എന്നെ നിലംപരിശാക്കിയാൽ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമായിട്ടുള്ള മുക്തി എനിക്ക് ലഭിക്കും. ഏറ്റവും ശ്രേഷ്ഠനായ യോദ്ധാവായിട്ട് എന്നെ കാലം വാഴ്ത്തും. അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യാൻ വരുന്നോ അത് ചെയ്താലും എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അദ്ദേഹം തൊഴുതവിടെ ഇരുന്നു. എല്ലാവരും അത്ഭുതപ്പെട്ട് നോക്കിയാണ്. ഇദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നതൊന്നും ചെയ്യാതെ ഈ സമയത്ത് മറ്റൊരു ശബ്ദം ഇവരെല്ലാവരും കേൾക്കുകയാണ്. മാധവ എന്ന് ഉറക്കെ വിളിക്കുന്നൊരു ശബ്ദം. എല്ലാവരും തിരിഞ്ഞു നോക്കി. കൃഷ്ണൻ തിരിഞ്ഞു നോക്കുന്നില്ല. അർജുനൻ്റെ രഥത്തിൽ നിന്ന് തൻ്റെ ഗാന്ധീവവും കിരീടവും അവിടെ ഊരി വെച്ചിട്ട് അർജുനൻ യുദ്ധഭൂമിയിലേക്ക് എടുത്തു ചാടുകയാണ്. അർജുനൻ ഇങ്ങനെ എടുത്തു ചാടിയപ്പോൾ അർജുനൻ്റെ ശ്വേതവസ്ത്രം കാറ്റത്തിങ്ങനെ പറക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൻ്റെ പടച്ചട്ടയുടെ തിളക്കവും എല്ലാവരും ശ്രദ്ധിച്ചു. അപ്പം അർജുനൻ യുദ്ധഭൂമിയിൽ ചാടി ഇങ്ങനെ ഇറങ്ങി അതിവേഗത്തിൽ കൃഷ്ണൻ്റെ അടുത്തേക്ക് ഓടിപ്പൊക്കൊണ്ടിരിക്കുകയാണ്. അർജുനൻ ഈ വരവ് വരുന്ന കണ്ടപ്പോഴത്തേക്കും കുറേ എണ്ണം വഴിമാറിക്കൊടുത്ത്. അടുത്ത് നിന്ന് കൈവാക്കിനൊരെണ്ണം കിട്ടിയാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അർജുനൻ ഇങ്ങനെ ഓടി വന്ന്, അയ്യോ ഒന്നും ചെയ്യല്ലേ മാധവ എന്നും പറഞ്ഞിങ്ങനെ കയ്യിൽ കയറി ചുറ്റിപ്പിടിച്ചു. എവിടെ നിൽക്കുന്നു? കൃഷ്ണൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. കയ്യിലുണ്ടായിരുന്ന രഥചക്രം സുദർശന ചക്രത്തിന് സമാനമായിട്ട് ഇങ്ങനെ കയ്യിൽ നിൽക്കുകയാണ്. ഒരു കാരണവശാലും കൃഷ്ണനെ പിടിച്ചിട്ട് നിർത്തുന്നില്ല. അങ്ങനെ കൃഷ്ണനെ ഇങ്ങനെ മുറുക്കെ പിടിച്ചിട്ടും കൃഷ്ണൻ നടന്നു പോകുന്നു. അർജുനൻ ഇങ്ങനെ നിരങ്ങി പൊക്കോണ്ടിരിക്കുന്നു. അർജുനനൊന്ന് വീണു. അർജുനൻ ചാടി എണീച്ചിട്ട് ഓടിച്ചെന്ന് കൃഷ്ണൻ്റെ കാലിൽ കയറി ഇങ്ങനെ കൂട്ടി അങ്ങ് കെട്ടിപ്പിടിച്ച്, അയ്യോ ഈ അപരാധം ചെയ്യല്ലേ, അങ്ങയുടെ സത്യപ്രതിജ്ഞ ലംഘിക്കല്ലേ, ആയുധം എടുക്കത്തില്ലെന്ന് സത്യം ചെയ്ത ആളാണ്, ഒന്നും ചെയ്യല്ലേ എന്നും പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു. അപ്പോൾ 10 അടി അർജുനനെ അങ്ങനെ നിർത്തിക്കൊണ്ട് കൃഷ്ണൻ നടന്നു. 10ാമത്തെ അടിയിൽ കൃഷ്ണൻ നിന്നു. 10ാമത്തെ സ്റ്റെപ്പിൽ കൃഷ്ണൻ നിന്നിട്ട് കൃഷ്ണൻ ഒരു ദീർഘനിശ്വാസം എടുത്തു. ദേഷ്യത്തിൽ ഇങ്ങനെ ഏങ്ങിക്കൊണ്ടിരിക്കുകയാണ് കൃഷ്ണൻ. പെട്ടെന്ന് അർജുനൻ മുന്നിൽ വന്നിട്ട്, ഞാൻ കാലി പിടിച്ചപ്പോൾ അങ്ങ് നിന്നല്ലോ എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞു, ഞാൻ അങ്ങ് പറയുന്ന എല്ലാം കേട്ടോളാം, ഞാനെടുത്ത സത്യപ്രതിജ്ഞകളെല്ലാം ഞാൻ നിർവഹിച്ചോളാം, അങ്ങ് എന്ത് പറയുമോ ഞാനത് അതുപോലെ അനുസരിക്കും എന്ന് പറഞ്ഞു. ഉടനെ കൃഷ്ണൻ ഒരു ദീർഘനിശ്വാസം എടുത്തിട്ട് ഈ രഥചക്രം എടുത്ത് ഒരു സ്ഥലത്തോട്ട് വലിച്ചെറിഞ്ഞു. അത് തവിട് പൊടിയായി. കൃഷ്ണൻ ഉടനെ ഒന്നുകൂടി ഒരു ദീർഘനിശ്വാസം എടുത്തിട്ട് അർജുനനെ നോക്കി ചിരിച്ച്. ഇതാണ് കൃഷ്ണൻ. ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓരോ സാഹചര്യത്തിലും നമുക്ക് ഓരോ ഇമോഷൻസ് ഉണ്ടാവും അല്ലേ? പക്ഷെ ആ സാഹചര്യം കഴിഞ്ഞാൽ ആ ഇമോഷനും കിട്ടിപ്പിടിച്ചിരിക്കരുത്. ആ ഇമോഷനെ ആ വഴിക്ക് മൂടണം. അതുപോലെ തന്നെ അനാവശ്യമായി സത്യപ്രതിജ്ഞ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ എന്നും പറഞ്ഞൊന്നും നിൽക്കരുത്. സാഹചര്യം അനുസരിച്ച് നമുക്ക് ആ സാഹചര്യത്തിനനുസരിച്ച് ഇംപ്രവൈസ് ചെയ്യണം, അഡാപ്റ്റ് ചെയ്യണം, ആ സാഹചര്യത്തിനെ ഓവർകം ചെയ്യണം. അതിനുവേണ്ടി
സത്യപ്രതിജ്ഞകൾ ലംഘിക്കേണ്ടി വന്നാൽ ലംഘിക്കുക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ എന്താണ്, പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിൻ്റെ കഥ പറയേണ്ട കാര്യമില്ലല്ലോ. സത്യപ്രതിജ്ഞയും കെട്ടിപ്പിടിച്ചുകൊണ്ട് പാണ്ഡവർ 5 പേരോടെ ഇരുന്നപ്പോൾ ഭീമൻ മാത്രമാണ് എണീച്ചെന്ന് സംസാരിച്ചത്. അതുകൊണ്ടാണ് ഭീമനെ പാണ്ഡവരിൽ വ്യത്യസ്തനാക്കുന്നത് അല്ലേ. ഭീമൻ എണീച്ചെന്നിട്ട് പറയുന്നുണ്ട് യുധിഷ്ഠിരൻ്റെ കൈ പിടിച്ച് കത്തിക്കുമെന്നും ഇല്ലേ. അതുപോലെ ഈ പറയുന്ന ഭീഷ്മരും ദ്രോണരും എല്ലാം അവരുടെ പ്രതിജ്ഞാബദ്ധത എന്നും പറഞ്ഞ് അവിടെ മിണ്ടാതെ നിൽക്കുക ചെയ്തത്, ധർമ്മവും കെട്ടിപ്പിടിച്ചോണ്ട് അല്ലേ. പക്ഷെ കൃഷ്ണൻ അങ്ങനെയല്ല. ആക്ട് ചെയ്യേണ്ട സമയത്ത് ആക്ട് ചെയ്യും, എന്നിട്ട് ആക്ഷൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും. എന്നിട്ട് കൃഷ്ണൻ അർജുനനോട് വാ രഥത്തിലോട്ട് പോവാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഉടനെ തന്നെ അർജുനൻ രഥത്തിൽ കയറി. അർജുനന് സമാധാനമായി. കൃഷ്ണൻ രഥത്തിൽ കയറിയിരുന്നു. എല്ലാവരും ഇങ്ങനെ ഭയന്ന് നിൽക്കുകയാണ്. എന്നിട്ട് കൃഷ്ണൻ ആ രഥത്തിൽ നിന്ന് പാഞ്ചജന്യം കയ്യിലെടുത്തിട്ട് 8 ദിക്കും മുഴങ്ങുന്ന രീതിക്ക് ആ ശംഖുനാദം പുറപ്പെടുവിച്ചു. പാഞ്ചജന്യത്തിൻ്റെ ശംഖുനാദം 8 ദിക്കുകളും കേട്ടു. എല്ലാവരും യുദ്ധഭൂമിയുടെ നടുഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ആ രഥത്തിലേക്ക് ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ്. ആ രഥത്തിൽ കൃഷ്ണനെ നോയിക്കൊണ്ട് നിൽക്കുന്ന അർജുനൻ കയ്യിൽ ഗാന്ധീപം ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. വെള്ള വസ്ത്രമാണ് അർജുനൻ ധരിച്ചേക്കുന്നത്. തലയിൽ തിളങ്ങുന്നൊരു കിരീടവും വെച്ചിട്ടുണ്ട്. ആ കൃഷ്ണനാകട്ടെ ഇവിടെ ഇങ്ങനെ രഥത്തിൻ്റെ തേർത്തട്ടിൽ ഇങ്ങനെ ചവിട്ടി നിന്നുകൊണ്ട് പാഞ്ചജന്യം ഇങ്ങനെ മുഴക്കിക്കൊണ്ടിരിക്കുന്നു. കൃഷ്ണൻ്റെ കയ്യിലും അതുപോലെ തന്നെ തോൾഭാഗത്തുമെല്ലാം കാപ്പുകൾ, രത്നങ്ങൾ പതിപ്പിച്ചിട്ടുള്ള കാപ്പുകളിട്ട് പൊൻചട്ട അദ്ദേഹം അണിഞ്ഞിട്ടുണ്ട്. ചെവിയിൽ ലക്ഷണമൊത്ത 2 കമ്മലുകളുണ്ട്, കടുക്കനുണ്ട്. അതുപോലെ തന്നെ കൃഷ്ണൻ്റെ തലയിൽ വെച്ചേക്കുന്ന കിരീടമാകട്ടെ സൂര്യസ്പർദ്ധ കിരീടമാണ്. അതായത് സൂര്യൻ്റെ തിളക്കവുമായിട്ട് മത്സരിക്കുന്ന തിളക്കമുള്ള കിരീടം. കൃഷ്ണൻ്റെ ചുരുണ്ട മുടി ഇങ്ങനെ കാറ്റിൽ പറന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ 8 ദിക്കിൽ എല്ലാവരും കാണുന്ന രീതിക്ക് കൃഷ്ണൻ നിന്നുകൊണ്ട് പാഞ്ചജന്യം വിളിച്ചിട്ട് രഥം അങ്ങോട്ട് എടുത്തു. പിന്നീട് കൃഷ്ണൻ ആ രഥം വട്ടം ചുറ്റിച്ചും കയറ്റിയും ഇറക്കിയുമെല്ലാം കൗരവസേനയുടെ ഇടയിലോട്ട് കൊണ്ടുപോകുന്നത് കണ്ടിട്ട് മറ്റുള്ള സാരഥികളെല്ലാം ഒരു അത്ഭുതത്തോടു കൂടിയാണ് നോക്കിയത്. അത്ര പെർഫെക്റ്റായിട്ട് കൃഷ്ണൻ രഥം തെളിക്കുന്നു. പെട്ടെന്ന് തന്നെ അർജുനൻ്റെ മുഖത്തെ എല്ലാവിധ ഇമോഷൻസും മാറുന്നു. ഇപ്പോൾ സെൻറ്റിമെൻസോ കാര്യങ്ങളോ ഒന്നുമല്ല അർജുനൻ്റെ മുഖത്തുള്ളത്. അർജുനൻ തൻ്റെ പിരികം ചുളിച്ചിട്ട് തൻ്റെ ഒരു കൈയിൽ നിന്ന് ഗാന്ധീപം ചുഴറ്റി മറ്റൊരു കൈയിലേക്ക് എടുത്തിട്ട് ചെവിയോളം വലിച്ച് ഒരു ഞാണൊലി അങ്ങ് കേൾപ്പിച്ചു. എന്ന് പറയുന്ന ശബ്ദം അവിടെ മുഴുവനും ഇങ്ങനെ മുഴങ്ങി കേട്ടു. എന്നിട്ട് 8 ദിശയിലോട്ടും അർജുനൻ ആ രഥത്തിൽ കൊണ്ട് ചുറ്റി അസ്ത്രങ്ങൾ ചെയ്തു. ഭയങ്കരമായിട്ടുള്ള അസ്ത്രങ്ങൾ ഒരു സമയം ആ രഥത്തിൽ നിന്ന് ഇങ്ങനെ തെറിച്ച് കൗരവ സൈന്യത്തിലേക്ക് ഇങ്ങനെ പോകുന്നത് കണ്ടു. സർവത്ര കൗരവ സൈന്യത്തിനും അർജുനൻ അവിടെ നിന്ന് വിനാശം വിതച്ചു തുടങ്ങി. പെട്ടെന്ന് തന്നെ ഭീഷ്മർ തൻ്റെ വില്ലെടുത്തിട്ട് ദ്രോണരെയും ദുര്യോധനനെയും മറ്റു മഹാരഥന്മാരെയും കൗരവ പടയുമെല്ലാം കൂട്ടി അർജുനനുമായിട്ട് നേരിടാനായിട്ട് ഇങ്ങനെ ഇരച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അർജുനന് നേരെ ഇവർ അസ്ത്രങ്ങൾ അയച്ചു. അസ്ത്രങ്ങളെന്ന് പറയുമ്പോൾ ഒരാളൊന്നുമല്ല അയച്ചത്, ഇവരെല്ലാവരും. ഭൂരിശ്രവസ് 7 അസ്ത്രങ്ങൾ അർജുനന് നേരെ അയച്ചു. ദുര്യോധനൻ ഒരു വേലെടുത്ത് അർജുനന് നേരെ എറിഞ്ഞു. ശല്യർ ഒരു ഗത ചുഴറ്റി. ഈ ശല്യർ ഭയങ്കര ശക്തനായിട്ടുള്ള ആളാണ് കേട്ടോ, നല്ല കായബലമുള്ള ഒരാളാണ്. അപ്പോൾ ഭീമൻ ഗത എറിയുന്നത് പോലെ തന്നെ ശല്യർ ഒരു ഗതയെടുത്ത് ചുഴറ്റി അർജുനന് നേരെ എറിഞ്ഞു. കൃഷ്ണാർജുനന്മാർ ഇരിക്കുന്ന രഥത്തിന് നേരെ എറിഞ്ഞു. എന്നിട്ട് ഈ ഒരു വലിയ കുന്തം ഉണ്ടല്ലോ, എറിയാതെ കയ്യിൽ വെച്ച് ഫൈറ്റ് ചെയ്യുന്ന ആ വലിയ കുന്തം കയ്യിലെടുത്തിട്ട് ഭീഷ്മർ അർജുനന് നേരെ വലിച്ചെറിഞ്ഞു. അർജുനൻ്റെ മുഖത്തൊരു വികാരമാറ്റവും ഇല്ലാതെ വളരെ സ്പീഡിൽ ഭൂരിശ്രവസ് അയച്ച 7 അസ്ത്രങ്ങളെ അർജുനൻ ഒരൊറ്റ അസ്ത്രം കൊണ്ട് അവിടെ അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു. അടുത്തത് ശല്യരയിക്കുന്ന ഗതയാണ്. ആ ഗതയ്ക്ക് നേരെ അർജുനൻ ഒരു അസ്ത്രം അയച്ചു. ആ അസ്ത്രം ചെന്ന് ആ ഗതയുടെ ആ ഒരു ഗ്ലോബ് ഭാഗം ഉണ്ടല്ലോ അത് ഇടിച്ച് കയറി തവിട് പൊടിയാക്കിയ ഗതയങ്ങ് നിലത്തിട്ടു. എന്നിട്ട് പിന്നീട് ഇദ്ദേഹം യുധിഷ്ഠിരൻ ദുര്യോധനൻ അയച്ച വേല്, ആ വേലിൽ നേരെയും അർജുനൻ ഒരൊറ്റ അസ്ത്രം കൊണ്ട് ആ വേല് നശിപ്പിച്ച് കളഞ്ഞു. എന്നിട്ട് ഭീഷ്മർ അയച്ച ആ വലിയ കുന്തത്തിന് നേരെയും അർജുനൻ ഒരൊറ്റ അസ്ത്രം എയ്തു. ആ അസ്ത്രം ആ കുന്തത്തിൻ്റെ നടുഭാഗത്തൂടെ കയറി അതിനെ 2 കഷ്ണമായിട്ട് മുറിച്ചിട്ടു. ആലോചിക്കുക, 7 അസ്ത്രത്തിനെ ഒരു അമ്പ് കൊണ്ട് നേരിട്ടു, ഒരു ഗതയെ ഒരു അമ്പ് കൊണ്ട് നേരിട്ടു, ഒരു വേലിനും ഒരമ്പ്, ഒരു കുന്തത്തിനും ഒരമ്പ്. അർജുനൻ ഫോമിലായി. എന്നിട്ട് ചുറ്റിലുമുള്ള കൗരവ പടയിലേക്ക് അർജുനൻ അസ്ത്രങ്ങൾ എയ്തങ്ങ് കയറ്റി, മഹാരഥന്മാരെയും അസ്ത്രങ്ങൾ എയ്ത് കയറ്റി. ഇനി അർജുനന് നേരെ പോരാടിയിട്ടേ കാര്യമുള്ളെന്നും പറഞ്ഞ് എല്ലാവരും അവരുടെ വില്ലെടുത്ത് അർജുനന് നേരെ ഇങ്ങനെ തൊടുത്തപ്പോഴാണ് അവരൊരു കാര്യം കാണുന്നത്. അർജുനൻ ഗാന്ധീപം എന്ന് പറയുന്ന ലക്ഷണമൊത്ത ശക്തിയേറിയ ഭംഗിയുള്ള വലിയ വില്ലെടുത്തിട്ട് ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് ഞാണിങ്ങനെ പിറക്കോട്ട് വലിക്കുന്നു. ഗാന്ധീപത്തിൻ്റെ ഞാണ് നീല നിറത്തിൽ തിളങ്ങുന്നുണ്ട്. അർജുനൻ എന്തോ മന്ത്രിക്കുന്നുണ്ട് കേട്ടോ. ഈ വില്ലിങ്ങനെ പൂർണ്ണമായിട്ടും അർജുനൻ ഇങ്ങനെ പിറക്കോട്ട് വലിച്ചു പിടിച്ചിട്ട് മന്ത്രം ജപിച്ചുകൊണ്ട് ആകാശത്തേക്ക് അർജുനൻ കണ്ണടച്ച് നോക്കി. എല്ലാവരും പെട്ടെന്ന് ഇടിമുഴക്കം ആകാശത്ത് കേട്ടു തുടങ്ങി. നോക്കിയപ്പോൾ ആകാശത്തിൽ കാർമേഘം വന്ന് മൂടിയിട്ട്
നടുഭാഗത്ത് നിന്ന് ഭയങ്കരമായിട്ട് ഇടിമിന്നൽ, എന്നിട്ട് ആകാശത്തിൽ എന്തോ രൂപപ്പെടുന്നു. നോക്കിയപ്പോൾ ആകാശമാർഗത്തിൽ ഭീമാകാരമായിട്ടുള്ളൊരു ദിവ്യാസ്ത്രം അങ്ങോട്ട് രൂപപ്പെട്ടു. ആ രൂപപ്പെട്ട ദിവ്യാസ്ത്രം കണ്ടുടനെ തന്നെ കൗരവപക്ഷത്തിലുള്ള നല്ല സർവാസ്ത്രജ്ഞാനികളായിട്ടുള്ള മഹാരഥന്മാർ ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഈശ്വര, ഐന്ദ്രമാണല്ലോ തൊടുക്കാൻ പോകുന്നതെന്ന്. അർജുനൻ്റെ കയ്യിലുള്ള ഐന്ദ്രം എന്ന് പറയുന്ന അസ്ത്രം ഇന്ദ്രദേവൻ്റെ ഡയറക്റ്റ് കിട്ടിയ ഐന്ദ്രമാണ്, ഡയറക്റ്റ് പഠിച്ചെടുത്ത ഐന്ദ്രമാണ്. ആ ഐന്ദ്രം ഒന്ന് തൊടുത്താൽ തന്നെ ധാരാളമാണ്, ഭയങ്കരമായിട്ടുള്ള എഫക്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നതെന്ന് കൃഷ്ണൻ പലതവണ പറയുന്നുണ്ട്. ആ ഐന്ദ്രം അർജുനൻ ആവാഹിച്ചു. കണ്ണുകൾ മെല്ലെ തുറന്നിട്ട് സംഹാരം മാത്രം ലക്ഷ്യം കണ്ടുകൊണ്ട് അർജുനൻ ആ ഒരു വില്ലിനെ കൗരവപക്ഷത്തിലെ പല ദിശയിലേക്ക് ഓങ്ങിയതും ആകാശത്ത് നിന്ന് ആ അസ്ത്രത്തിൽ നിന്ന് മഴത്തുള്ളി പോലെ ഒരുപാട് ഷാർപ്പായിട്ടുള്ള അസ്ത്രങ്ങൾ കൗരവപക്ഷത്തിലേക്ക് മഴ പോലെ അങ്ങോട്ട് പെയ്തു. ഈ അസ്ത്രത്തിന് തീയുടെ കളറായിരുന്നു, അഗ്നിയുടെ കളറ്. അസ്ത്രങ്ങൾ വന്നങ്ങോട്ട് വീണപ്പോഴത്തേക്കും കൗരവപക്ഷം ചുറ്റിനും നോക്കിയാണ്. അവരുടെ സൈന്യം മുച്ചൂട് മുടിയുന്നു. കൗരവപക്ഷത്തിലെ സൈനികർ എല്ലാം ഇങ്ങനെ അസ്ത്രങ്ങൾ ഏറ്റു വീണുകൊണ്ടിരിക്കുന്നു. ഒരൊറ്റ അസ്ത്രം വേസ്റ്റ് ആവുന്നില്ല. ആനപ്പട വീഴുന്നു, കുതിരപ്പട വീഴുന്നു, തേരുകൾ നശിക്കുന്നു, രഥചക്രം പൊട്ടിത്തെറിക്കുന്ന ശബ്ദം. പിന്നെ മഹാരഥന്മാരുടെയൊക്കെ ദേഹം മുറിയുന്നു. ഭീഷ്മർ, ദുര്യോധനൻ, ദുശാസനൻ, ശല്യർ, ദ്രോണാചാര്യർ എല്ലാവരുടെയും ദേഹം മുറിയുന്നു. എല്ലാവരും എങ്ങനെയൊക്കെയോ അതിൽ നിന്ന് രക്ഷ നേടി. അവർ നോയിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും അവർക്ക് കണ്ണെത്താവുന്ന അത്ര ദൂരത്തേക്ക് വരെ ഐന്ദ്രത്തിൻ്റെ അസ്ത്രങ്ങൾ ഇങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കുന്നു. അർജുനൻ എന്നിട്ടും നിർത്താതെ പല ദിശയിലേക്കും അർജുനൻ ആ ഒരു ഐന്ദ്രാസ്ത്രത്തെ അയച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഒരു തവണ കൂടെ ഗാണ്ഡീവത്തിൻ്റെ ഞാണുളി കേൾപ്പിച്ചതും അതിൻ്റെ ഭയത്തിൽ കൗരവപ്പട ഇങ്ങനെ ഓടിപ്പോയി. പെട്ടെന്ന് അസ്ത്രം വർഷിക്കുന്നതെന്ന് കുറഞ്ഞപ്പോൾ ഭീഷ്മരും കൗരവരും ദ്രോണരുമെല്ലാം പതുക്കെ കണ്ണു തുറന്നു നോക്കിയാണ്. കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവർ കാണുന്ന കാഴ്ച, അർജുനൻ്റെ അടുത്ത് മഹാരഥനായിട്ടുള്ള വിരാടനും ദ്രുപദനും നിൽക്കുന്നു. മറ്റ് പാണ്ഡവർ അവിടെ വന്ന് നിൽക്കുന്നു. യുദ്ധഭൂമിയിൽ സൂര്യാസ്തമയാവാറായി കേട്ടോ. യുദ്ധഭൂമിയിൽ ചുവന്ന നിറത്തിലൊരു നദി ഒഴുകുന്നത് പോലെ കൗരവപ്പട മുച്ചൂട് മുടിച്ചേക്കുന്നു. അങ്ങനെ വ്യക്തമായിട്ടാണ് അവിടെ വർണ്ണിച്ചേക്കുന്നത്. അതിഭയാനകമായിട്ടുള്ളൊരു കാഴ്ച. ആ കാഴ്ച കണ്ടിട്ട് പാണ്ഡവർക്ക് നേരെ ഭീഷ്മരും ദ്രോണരും ദുര്യോധനനും ശല്യരും എല്ലാം ഇങ്ങനെ പൊങ്ങി നോക്കുന്നു. അർജുനൻ ഇങ്ങനെ ഒരു വികാരവുമില്ലാതെ കണ്ണിൽ കോപാഗ്നിയോടുകൂടി നോക്കിക്കൊണ്ട് നിൽക്കുന്നു. കൃഷ്ണൻ ഒരു ചെറിയ ചിരിയോടുകൂടി ദുര്യോധനനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അർജുനനും കൃഷ്ണനും ഒരുമിച്ച് രഥത്തിൽ എണീച്ചു നിന്നിട്ട് അങ്ങോട്ട് ഗർജിച്ചു. രണ്ടുപേരും കൂടെ അലറി, കൃഷ്ണനും അർജുനനും കൂടെ. ആ അലർച്ചയും കൂടെ കണ്ടപ്പോൾ കൗരവരുടെ സർവ്വ ധൈര്യവും ചോർന്നു. അർജുനനും കൃഷ്ണനും യുദ്ധഭൂമിയിൽ നിന്ന് ഗർജിക്കുന്നത് കണ്ടപ്പോൾ ഭീമൻ കൂടെ ഗർജിച്ചു, മറ്റുള്ള പാണ്ഡവർ കൂടെ ഗർജിച്ചു. എല്ലാവരും വിജയഭേരി അങ്ങോട്ട് മുഴക്കി. നെഞ്ചിൽ ഭയം. അന്ന് കൗരവപക്ഷത്തിലുള്ള ആളുകൾ തങ്ങളുടെ ക്യാമ്പിലേക്ക് തിരിച്ചു പോയപ്പോൾ എല്ലാ എണ്ണത്തിൻ്റെ മനസ്സിലും ഒരൊറ്റ വികാരമേ ഉണ്ടായിരുന്നുള്ളൂ, ഭയം. ഇനി എന്ത് സംഭവിക്കുമെന്നുള്ള ഭയം. ദ്രോണരുടെയും ഭീഷ്മരുടെയും നെഞ്ചത്ത് ഭയം മാത്രമല്ല, ചെറിയ ദേഷ്യമുണ്ട്. അടുത്ത ദിവസം എങ്ങനെ ഇവരെ ഡീൽ ചെയ്യണമെന്നുള്ള ദേഷ്യം. മനസ്സിൽ തന്നെ ഭീഷ്മർ അടുത്ത വ്യൂഹങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും കാര്യങ്ങളും എല്ലാം തുടങ്ങി. അർജുനനും കൃഷ്ണനും എന്തിനും തയ്യാറായിട്ടാണ് ഈ നിൽക്കാൻ പോകുന്നതെന്ന് അവർ മനസ്സിലാക്കി. കൃഷ്ണൻ്റെ ഇന്നത്തെ പ്രകടനം കൗരവപക്ഷത്തിലുള്ള പല ആളുകളുടെയും ഉറക്കം കളയുന്ന രീതിക്കായിരുന്നു. അങ്ങനെ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ 3-ാം നാൾ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് കുരുക്ഷേത്ര യുദ്ധത്തിലെ 3-ാം നാൾ. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ 4-ാം നാളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അത് നമുക്ക് പല എപ്പിസോഡുകളായിട്ട് ചെയ്യേണ്ടി വരും. കാരണം 4-ാം നാൾ തൊട്ടൊക്കെ ഒരുപാട് ഈവൻറ്റുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒന്നിലേറെ എപ്പിസോഡുകളായിട്ട് പാർട്ടുകളായിട്ട് നമുക്ക് പിരിക്കേണ്ടി വരും. നമുക്ക് എന്തായാലും നല്ലതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ